എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഈ ചാനലിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര ശതമാനമുണ്ട്, എവല്യൂഷൻ തിയറിയെ എതിർക്കുന്നവർ എത്ര ശതമാനം ഉണ്ടെന്നറിയാൻ വേണ്ടിയായിരുന്നു. 82% ആളുകൾ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ 18% ആളുകളാണ് എവല്യൂഷൻ തിയറി എതിർക്കുന്നത്. എതിർപ്പ് രേഖപ്പെടുത്തിയവർ കമൻ്റായിട്ടും അവരുടെ എതിർപ്പുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ എവല്യൂഷൻ തിയറിയെ അംഗീകരിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആവർത്തിക്കാത്ത കമൻറ്റുകൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കമൻസ് ഒന്നുമില്ല, കാരണം കുറേ കമൻറ്റുകൾ ആവർത്തിക്കുന്നതായിരുന്നു. ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്ന കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകളെല്ലാം മാറ്റിയിട്ട് ആവർത്തിക്കാത്ത കമൻറ്റുകൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ശാസ്ത്രം അതിനെന്താണ് ഉത്തരം നൽകുന്നത്, അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി അതിനെന്തെങ്കിലും ഉത്തരം തരുന്നുണ്ടോ, അതോ എവല്യൂഷൻ തിയറി തെറ്റാണോ, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇഫ് ഇറ്റ്സ് സോ, പരിണാമം ഷുഡ് ബി കണ്ടിന്യൂഡ് ഈവൻ നൗ. ഹൗ മെനി മങ്കീസ് ഓർ ഇറ്റ്സ് കൈൻഡ്സ് ടേൺസ് ഇൻ ടു ഹ്യൂമൻ നൗ. എവല്യൂഷൻ തിയറി ശരിയാണെങ്കിൽ ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ കുരങ്ങന്മാരൊന്നും മനുഷ്യരായിട്ട് മാറുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്മാരിൽ നിന്നല്ല മനുഷ്യരുണ്ടായത്. കുരങ്ങന്മാർ ഒരിക്കലും മനുഷ്യന്മാരായിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ, ഏകദേശം ഒരു 2.5 കോടി മുതൽ 3 കോടി വർഷം വരെ പിന്നിലോട്ട് പോകുമ്പോൾ, അവിടെ നമ്മുടെ പൂർവികർ 2 ബ്രാഞ്ചുകളായിട്ട് തരംതിരിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ബ്രാഞ്ച് പിന്നീട് കുറേയധികം സ്പീഷീസുകളായിട്ട് മാറി. ആ സ്പീഷീസുകൾ പെടുന്ന ഒരു സ്പീഷീസാണ് കുരങ്ങ്. വേർപിരിഞ്ഞു പോയ മറ്റേ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ മനുഷ്യർ മാത്രമല്ല, ഇന്ന് ഭൂമിയിലുള്ള വേറെയും ജീവജാലങ്ങൾ ആ ബ്രാഞ്ചിൽ വരുന്നുണ്ട്. അതായത് കുരങ്ങന്മാരെക്കാട്ടിലും നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേറെ സ്പീഷീസുകളുണ്ട്. ചിമ്പാൻസീസ്, ഓറംഗൂട്ടാൻ, ഗൊറില്ലയൊക്കെ ഈ പുതുതായിട്ട് രണ്ടാമത് വന്നിരിക്കുന്ന ആ ബ്രാഞ്ചിലുള്ളതാണ്. അവരുടെ ഒപ്പമാണ് മനുഷ്യരുടെയും സ്ഥാനം. ഇത് DNA പഠനങ്ങളിലൂടെ ഇത് ശരിവെക്കുന്നുണ്ട്, ഫോസിലുകളുടെ പഠനങ്ങളിലൂടെ ഇത് ശരിവെക്കുന്നുണ്ട്. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കുരങ്ങനല്ല, ചിമ്പാൻസിയാണ്. മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലുള്ള DNA പരമായിട്ടുള്ള സാമ്യം 99%. 1% മാത്രമാണ് വ്യത്യാസമുള്ളത്. പരിണാമം എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതെന്ന് കൂടി ആ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിണാമം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ചെടി കണ്ടു, അതായത് ഒരു പ്ലാവിൻ്റെ തൈ കണ്ടു. ആ പ്ലാവിൻ്റെ തൈ ഭാവിയിൽ വളർന്ന് ഒരു വലിയ പ്ലാവായിട്ട് മാറുമെന്നൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മളത് ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് പ്ലാവിൻ്റെ തൈ, ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും ഒരു വലിയ മരമായിട്ട് മാറും, അവിടെ ചക്ക ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അയാൾ ആദ്യമായിട്ടാണ് പ്ലാവിനെ കാണുന്നതെന്ന് കരുതുക. അപ്പോൾ അയാൾ എല്ലാ ദിവസവും വന്നിട്ട് ഈ പ്ലാവിൻ്റെ ആ തൈയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് അയാൾ വന്ന് നോക്കുന്നു, പക്ഷേ ആ തൈ വളർന്ന് വലുതാകുന്നതായിട്ട് അയാൾ കാണുന്നില്ല. അത് വളർന്ന് വലുതാകുന്നതായിട്ട് കാണണമെങ്കിൽ ഓരോ ദിവസവും വന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഒന്ന് നോക്കേണ്ടത്. കുറച്ച് വർഷങ്ങൾ വേണം ആ തൈക്ക് ഒരു വലിയ മരമായിട്ട് മാറാനും അതിൽ ചക്ക ഉണ്ടാവാനും. പരിണാമത്തിൻ്റെ കേസിൽ അതൊരു മനുഷ്യായുസ്സിൽ നിൽക്കുന്ന മാറ്റമല്ല. പ്ലാവിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യായുസ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. പക്ഷേ പരിണാമം എന്ന് പറയുമ്പോൾ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ്. ഒരിക്കലും മനുഷ്യന് ആ മനുഷ്യൻ്റെ ആയുസ്സിൽ നിന്നുകൊണ്ട് ആ മാറ്റം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. രണ്ടാമത്തെ കമൻറ്റ്, എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ആ തിയറി പാൻസ്പെർമിയാണ്. അതൊക്കെ കുറച്ച് ലോജിക്സ് ഉണ്ട്. ഈ പരിണാമമൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൗ ഇറ്റ്സ് പോസിബിൾ? എത്രയും കാലം ഇതുവരെ സയൻറ്റിഫിക്കായിട്ട് ഒന്നും തന്നെ പ്രൂവ് ചെയ്തില്ല. പാൻസ്പെർമിയ ഓൾസോ സെയിം, ബട്ട് ഐ ഫെൽറ്റ് സം ലോജിക് ഇൻ ദാറ്റ് തിയറി. പാൻസ്പെർമിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പാൻസ്പെർമിയ ഒരു സയൻറ്റിഫിക് തിയറി അല്ല. പാൻസ്പെർമിയ സാധൂകരിക്കുന്ന അത് തിയറിയാകുന്ന, സയൻറ്റിഫിക് തിയറിയാകുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. പാൻസ്പെർമിയ എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറിയാണ്. അതായത് അത് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്, അല്ലാതെ അതങ്ങനെ തന്നെയാണെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എവല്യൂഷൻ തിയറി അത് എവല്യൂഷൻ തിയറിയാണ്, അതൊരു സയൻറ്റിഫിക് തിയറിയാണ്, അതൊരു ഹൈപ്പോത്തിസിസ് അല്ല. വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് പാൻസ്പെർമിയയും എവല്യൂഷൻ തിയറിയും പറയുന്നത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്. എവല്യൂഷൻ തിയറി
മനുഷ്യർ എങ്ങനെയാണ് ഇങ്ങനെയായത്, അല്ലെങ്കിൽ മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത് എങ്ങനെയാണ്, അതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ എങ്ങനെയാണ്, ആ പൂർവികരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത്, ഇതിനെക്കുറിച്ചാണ് എവല്യൂഷൻ തിയറി പറയുന്നത്. അല്ലാതെ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായതെന്നല്ല എവല്യൂഷൻ തിയറി പറയുന്നത്. അത്തരത്തിൽ പറയുന്ന ഒരു തിയറിയേ അല്ല എവല്യൂഷൻ തിയറി. പക്ഷേ പാൻസ്പെർമിയ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, അല്ലെങ്കിൽ ജീവൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് പറയുന്ന തിയറിയാണ്. പാൻസ്പെർമിയ തിയറി അനുസരിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ നിന്നല്ലാതെ വേറെയുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ വേറെ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഉൽക്കകളിൽ നിന്നും അതുപോലെ വാൽനക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇവിടെ ആദ്യത്തെ ജീവൻ്റെ തുടക്കമുണ്ടായത്. ഭൂമിയിൽ ജലമുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാലും അതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ഒരു തിയറി തന്നെയാണുള്ളത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു വലിയ ഗോളമുണ്ട്. ഗോളമെന്ന് പറയുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ പോലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അത് കുറേ അധികം ചെറിയ ചെറിയ തരികളായിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ ഒരു സാന്നിധ്യമാണ്. സൂര്യനിൽ നിന്നും വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ട് ക്ലൗഡിലെ സെലസ്റ്റിയൽ ബോഡീസിൽ അടങ്ങിയിരിക്കുന്ന ജലം ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ഒന്നുമല്ല കാണപ്പെടുന്നത്. അത് ഖരരൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ്, ഐസിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഓട്ട് ക്ലൗഡിൽ നിന്നും അടർന്നു മാറിയിട്ടുള്ള ആ സെലസ്റ്റിയൽ ബോഡീസ് അത് പിന്നീട് വാൽനക്ഷത്രങ്ങളായിട്ട് മാറുന്നു. അത്തരത്തിൽ വാൽനക്ഷത്രങ്ങളായിട്ട് മാറിയിട്ടുള്ള ആ സെലസ്റ്റിയൽ ബോഡീസ് പല കാലഘട്ടങ്ങളിലായിട്ട് ഭൂമിയിൽ വന്ന് കൂട്ടിയിടിക്കുകയും ഇവിടെ ജലം എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ഹൈപ്പോത്തസിസ് പറയുന്നത്. പാൻസ്പെർമിയം അത്തരത്തിലുള്ളൊരു ഹൈപ്പോത്തസിസ് ആണ്. ജലം എത്തിയതുപോലെ തന്നെ ഇവിടുത്തെ ജീവൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ ജീവൻ തന്നെ എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള ഉൽക്കകളിലൂടെയും അതുപോലെ വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുകളിലൂടെയൊക്കെയാണെന്നാണ് പാൻസ്പെർമിയ പറയുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഒന്ന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുള്ള ഒരു സയൻറ്റിഫിക് തിയറിയാണ്, അതേസമയം പാൻസ്പെർമിയ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. അപ്പോൾ മനുഷ്യന് ആദ്യം എല്ലാ അവയവങ്ങളും ഇല്ലായിരുന്നു എന്നാണോ? മനുഷ്യൻ ആദ്യം ഈ അവയവങ്ങളൊന്നും ഇല്ലാത്ത ഒരു വസ്തുവായിരുന്നു, അല്ലെങ്കിൽ ഒരു ജീവിയായിരുന്നു, പിന്നീട് ഓരോ അവയവങ്ങളായിട്ടും മുളച്ചു വരികയായിരുന്നു എന്ന് പറയുന്ന ഒരു തിയറിയല്ല എവല്യൂഷൻ തിയറി. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കൈകളില്ലായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാലുകളില്ലായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കണ്ണില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമല്ല. നമ്മൾ വേറെ വേറെ സ്പീഷീസുകളായിരുന്നു. ഒരുപാട് വർഷം പിന്നിലേക്ക് പോകുമ്പോൾ, അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ഏകകോശം മാത്രമായിരുന്നു, ഒരു ഏകകോശ ജീവി മാത്രമായിരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികർ, നമ്മുടെ മാത്രം പൂർവികരല്ല, ഇവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം പൂർവികരെന്ന് പറയുന്നത് വെറും ഏകകോശ ജീവികളായിരുന്നു. ആ ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികളുണ്ടായി, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവികളുണ്ടായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ട് മാത്രമാണ് മനുഷ്യനായിട്ട് മാറിയത്. അല്ലാതെ നമ്മുടെ ഓരോ അവയവങ്ങൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് വന്നതല്ല. അങ്ങനെയും വന്നിട്ടുണ്ട്. ഹൃദയം വന്ന ഘട്ടത്തെക്കുറിച്ചും അതുപോലെ ലങ്സ് വന്ന ഘട്ടത്തെക്കുറിച്ചും കണ്ണുകളുണ്ടായ ഘട്ടത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഫസ്റ്റ് സെല്ല് മുതൽ മനുഷ്യൻ വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരുപാട് പേർ കണ്ടിട്ടുള്ള, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15-16 ലക്ഷം പേരെങ്കിലും ആ വീഡിയോ ഇതിനോടകം കണ്ടിട്ടുണ്ട്. എനിക്ക് അതിലും കൂടുതൽ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ വ്യൂസ് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ മിക്ക ആളുകളും അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊന്ന് കണ്ടു നോക്കുക. അതിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന മനുഷ്യനായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വയറിയാണ്. For grabbing leaves, giraffe enlonged his neck and elephant his nose. Who told scientists are serious? Majority of people like comedy shows. Continue scientist. ഗവേഷകരെ ഒന്ന് കളിയാക്കിക്കൊണ്ടുള്ളൊരു കമൻറ്റാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കമൻറ്റ് കൂടിയാണ്. ഇപ്പം ജിറാഫ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ജിറാഫിൻ്റെ കഴുത്തിന് എങ്ങനെയാണ് നീളം കൂടിയത്? അതായത് വലിയ കുതിരകൾ പോലുള്ള ജീവികളായിരുന്നു ജിറാഫുകൾ. എന്നാൽ ആ ജിറാഫുകൾ ഉള്ള പ്രദേശത്ത് പുല്ലുകൾ തീർന്നു പോവുകയും പിന്നീട് മരങ്ങളിലുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടികളിൽ, കുറച്ച് ഉയരം കൂടിയിട്ടുള്ള ചെടികളിലുള്ള ഇലകൾ തിന്നാനായിട്ട് കഴുത്ത് നീട്ടി കൊണ്ടുപോയി തിന്നുകയും ചവച്ചതിറക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് വർഷങ്ങൾ കൊണ്ട്
ജിറാഫിൻ്റെ കഴുത്ത് മുകളിലേക്ക് ഉയർന്നു വന്നതായിട്ട് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് ലമാർക്സ് കോൺസെപ്റ്റാണ്, ലമാർക്കിൻ്റെ കോൺസെപ്റ്റാണ്. പക്ഷേ ഇതല്ല യാഥാർത്ഥ്യം. ഇത് ആദ്യകാലത്തുണ്ടായിരുന്ന ലമാർക്സിൻ്റെ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പം ലമാർക്സിൻ്റെ ചിന്താഗതി അനുസരിച്ച് ഇതൊരു അക്വയർഡ് ട്രൈറ്റാണ്, അതായത് ജനിതകപരമായിട്ട് നമുക്ക് കിട്ടിയതല്ല, പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ്. എന്നാൽ ഇത് ഒരുപാട് പഴക്കമുള്ള, ശാസ്ത്രം ഇപ്പോൾ അംഗീകരിക്കാത്ത ഒരു തിയറിയാണ്. അതല്ല ഇപ്പോൾ ശാസ്ത്രം അംഗീകരിക്കുന്നത്. ലമാർക്കിൻ്റെ തിയറിക്ക് ശേഷം അല്ലെങ്കിൽ ലമാർക്കിൻ്റെ കോൺസെപ്റ്റിനേക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടിയ മറ്റൊരു കോൺസെപ്റ്റ് ചാൾസ് ഡാർവിൻ്റെ കോൺസെപ്റ്റാണ്. ചാൾസ് ഡാർവിൻ്റെ കോൺസെപ്റ്റ് അല്ല ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ചാൾസ് ഡാർവിൻ്റെ കോൺസെപ്റ്റിന് ഇപ്പോഴുള്ള കോൺസെപ്റ്റിനോട് വലിയ സാമ്യമുണ്ട്. ചാൾസ് ഡാർവിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആദ്യകാലങ്ങളിൽ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, കഴുത്തിന് നീളക്കൂടുതലുള്ള ജിറാഫുകളുമുണ്ട്, അതുപോലെ കഴുത്തിന് നീളം കുറഞ്ഞിട്ടുള്ള ജിറാഫുകളുമുണ്ട്. ലമാർക്സിൻ്റെ കോൺസെപ്റ്റിൽ പറയുന്നത് പോലെ തന്നെ പുല്ലിൻ്റെ രൂപത്തിലുള്ള ഭക്ഷണമൊക്കെ തീർന്നപ്പോൾ കുറച്ചുകൂടെ മുകളിലുള്ള സസ്യങ്ങളിലെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ കഴുത്തിന് നീളമില്ലാതിരുന്ന അല്ലെങ്കിൽ നീളക്കുറവുണ്ടായിരുന്ന ജിറാഫുകൾക്ക് നിലനിൽക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു മാറിയ സാഹചര്യത്തിൽ ആ ജീവജാലങ്ങൾ ഫിറ്റായിരുന്ന ജീവജാലങ്ങൾ, അതായത് ഫിറ്റായിരുന്ന ജിറാഫ് കഴുത്തിന് കുറച്ചുകൂടെ ഉയരം കൂടിയിട്ടുള്ള ജിറാഫുകളായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഉയരത്തിലുള്ള ഇലകളൊക്കെ ഭക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. നിലവിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നെക്സ്റ്റ് ഫോർ സെക്സ് എന്ന ഹൈപ്പോത്തിസിസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന് ചാൾസ് ഡാർവിൻ്റെ ഹൈപ്പോത്തിസിസിനോട് നല്ല സാമ്യമുണ്ട്. ഞാൻ ഈ പറയുന്നതൊന്നും തിയറിയല്ല, ഈ പറയുന്നതൊക്കെ ഹൈപ്പോത്തിസിസാണ്. അതായത് അത് അങ്ങനെ തന്നെയാണെന്ന് പറയാനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പെൺജിറാഫുകളെ സ്വന്തമാക്കാനായിട്ട് ആൺജിറാഫുകൾ പരസ്പരം യുദ്ധത്തിലേർപ്പെടും. ഇവർ പ്രധാനമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇവരുടെ തല ഉപയോഗിച്ചിട്ടാണ്. ഇവർക്കല്ലാതെ കാലുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരീരം ഉപയോഗിച്ചിട്ടോ ഒക്കെ ആക്രമിക്കുന്നതിൽ പരിധികളുണ്ട്. എന്നാൽ അല്പം ഉയരം കൂടിയിട്ടുള്ള തലകളുള്ള ജിറാഫുകൾക്ക് വളരെ ഈസി ആയിട്ട് ആ തലകൾ ഉപയോഗിച്ചിട്ട് എതിരാളികളെ അല്ലെങ്കിൽ മറ്റ് ജിറാഫുകളെ തോൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഒരു മുൻതൂക്കം കിട്ടുന്നത് കഴുത്തിന് നീളക്കൂടുതലുള്ള ജിറാഫുകൾക്കാണ്. കഴുത്തിന് നീളക്കുറവുള്ള ജിറാഫുകൾക്ക് അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനെ സ്വന്തമാക്കാൻ സാധിക്കില്ല. അവർക്ക് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ, ഏറ്റുമുട്ടലുകളിലൊക്കെ പരാജയപ്പെടേണ്ടി വരുന്നു. അങ്ങനെ പരാജയപ്പെട്ടു പോവുകയും ഓപ്പോസിറ്റ് സെക്സിലുള്ള പെണ്ണുങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ അവർക്ക് പിൻഗാമികളില്ലാതെയായിട്ട് മാറി. പിൻഗാമികൾ ലഭ്യമായത് കഴുത്തിന് ഉയരക്കൂടുതലുള്ള ജിറാഫുകൾക്കാണ്. ഇതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന മറ്റൊരു ഹൈപ്പോത്തിസിസ് കൂടിയുണ്ട്. ആ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് പെൺജിറാഫുകളിൽ തന്നെ ഉയരം കൂടിയ കഴുത്തുള്ള അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ കഴുത്തുള്ള പെൺജിറാഫുകളുണ്ട്. ഉയരം കൂടിയ കഴുത്തുള്ള പെൺജിറാഫുകൾക്ക് കൂടുതലായിട്ട് ഈ ഇലകൾ ഭക്ഷണമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ കഴുത്തിന് പൊക്കക്കുറവുള്ള പെൺജിറാഫുകൾക്ക് കൂടുതൽ ഭക്ഷണം ലഭ്യമാകാതാവുകയും അവ വംശനാശത്തിന് ഇരയാവുകയും ചെയ്തു. ഇതിനെ ശരിക്കും നമുക്ക് ചേർത്താണ് വായിക്കേണ്ടത്. അതായത് കഴുത്തിന് ഉയരം കൂട്ടിയിട്ടുള്ള ആൺജിറാഫുകൾ യുദ്ധത്തിൽ വിജയിക്കുകയും അവ മറ്റ് പെൺജിറാഫുകളുമായിട്ട് മെയ്റ്റ് ചെയ്തിട്ട് പ്രത്യുൽപാദനം നടത്തുകയും ചെയ്തു. അങ്ങനെ പ്രത്യുൽപാദനം നടത്തുന്നതിൽ കഴുത്തിന് ഉയരം കൂടിയിട്ടുള്ള പെണ്ണുങ്ങളുമുണ്ട്, അതുപോലെ കഴുത്തിന് ഉയരം കുറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളുമുണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ കഴുത്തിന് ഉയരം കൂടിയിട്ടുള്ള പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ നിലനിൽക്കാൻ സാധിച്ചത്. കാരണം അവർക്ക് കൂടുതലായിട്ട് ഭക്ഷണം കിട്ടി. കഴുത്തിന് ഉയരം കുറവുള്ള പെൺജിറാഫുകൾക്ക് നിലനിൽക്കാൻ സാധിക്കാതെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിന് ഉയരക്കുറവുള്ള പെൺജിറാഫുകൾക്കും ആൺജിറാഫുകൾക്കും ഒരുപോലെ നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. പിന്നീട് ഉണ്ടായി വന്നതൊക്കെ കഴുത്തിന് ഉയരക്കൂടുതലുള്ള ജിറാഫുകൾ മാത്രമാണ്. ഈ പറയുന്നത് ഒരു തിയറി അല്ല, ഈ പറയുന്നത് ഇപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് മാത്രം നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എവല്യൂഷൻ തന്നെ ഒരു ഹൈപ്പോത്തിസിസ് ആണെന്നല്ല. എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രമാണെന്ന് എടുക്കാം. ആ സമുദ്രത്തിലെ ഒരു ചെറിയ മത്സ്യം മാത്രമാണ് ജിറാഫുകളുടെ കേസ് എന്ന് പറയുന്നത്. കാരണം വളരെ ചെറിയ ജീവജാലങ്ങൾ മുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായിട്ടുള്ള ഡിനോസറുകൾ വരെ ഈ എവല്യൂഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തിയറിയാണ്, അതിന് തെളിവുകളുണ്ട്. പക്ഷേ ജിറാഫിൻ്റെ കേസിൽ അതിന് തെളിവുകളില്ല. പിന്നെ അദ്ദേഹം ആനയുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനയുടെ മൂക്ക് നീണ്ടുപോയി. അതായത് ആനയ്ക്ക് ജലം എടുക്കണമായിരുന്നു, അതായത് പുഴകളിൽ നിന്നും നദികളിൽ നിന്നുമൊക്കെ ജലം എടുക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവ മൂക്ക് നീട്ടാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മൂക്ക് നീണ്ട് ആ മൂക്കിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ അതിൻ്റെ തുമ്പിക്കൈയുടെ സഹായത്താൽ അത് ജലം
ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിലും പിശകുണ്ട്. അതങ്ങനെയല്ല. ആനകളുടെ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികർ ഏതാണ്ട് വലിപ്പമേറിയിട്ടുള്ള ഒരു വലിയ പന്നിയെ പോലെയായിരുന്നു. വലിയ പന്നിയെപ്പോലെ എന്ന് പറയുമ്പോൾ ആ പന്നികളുടെ തലയ്ക്ക് നല്ല വലിപ്പവും നല്ല ഭാരവുമുണ്ട്. എന്നാൽ അതിൻ്റെ കഴുത്ത് മുതൽ താഴ്ഭാഗത്തോട്ടുള്ളതിന് അത്രയധികം വലിപ്പമോ അത്രയധികം വണ്ണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ആ തല ഉപയോഗിച്ചിട്ട് ഭക്ഷണം കണ്ടെത്തുക, ഭക്ഷണം ഭക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കാരണം അവയ്ക്ക് കാലുകളുണ്ട്, പക്ഷേ ആ കാലുകൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ആനകളുടെ മുൻഗാമികൾക്ക് വംശനാശം സംഭവിച്ചു. പക്ഷേ ആ ആനകളുടെ മുൻഗാമികൾക്ക് ഒരുപാട് വേരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ ചില വേരിയൻസിന് തുമ്പിക്കൈ ഉണ്ടായിരുന്നു. ആദ്യത്തെ തുമ്പിക്കൈ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള തുമ്പിക്കൈയുടെ അത്രയധികം നീളമുണ്ടായിരുന്നില്ല. എന്നാൽ ആ തുമ്പിക്കൈ ഉപയോഗിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ജലവും ഒക്കെ എടുക്കാനും അത് നേരെ വായിലേക്ക് കടത്തി ഭക്ഷിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായി വന്ന അവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കാണുന്ന ആനകളായിട്ട് മാറിയത്. ഇതൊരു സിദ്ധാന്തമാണ്. ഇപ്പോഴും വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല. ശാസ്ത്രം അതിൻ്റെ അന്വേഷണത്തിലാണ്. പക്ഷേ തിയറിയിലുള്ളതാവാൻ സാധ്യത കൂടുതലാണ്. ഇദ്ദേഹം എവല്യൂഷൻ തിയറിയെ പിന്താങ്ങുന്നുണ്ട്. എവല്യൂഷൻ തിയറിയാണ് ശരിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എവല്യൂഷൻ തിയറി വെറും തിയറിയാണ്, അതിന് തെളിവുകൾ ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എവല്യൂഷൻ തിയറിയാണ്. തിയറി ആകണമെങ്കിൽ അതിന് തെളിവുകൾ വേണം. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് തിയറി ആകുമോ, അല്ലെങ്കിൽ അത് ഹൈപ്പോത്തസിസ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഒരുപാട് തെളിവുകളുണ്ട്. അതിലൊരു തെളിവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, DNA ബന്ധപ്പെട്ടുള്ള തെളിവുകൾ. ഓരോ ജീവജാലത്തിൻ്റെയും മുൻഗാമികൾ പല ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞ് കുറേയധികം ജീവജാലങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യരെ പോലെ തന്നെ ചിമ്പാൻസികൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെയും ചിമ്പാൻസിയും ഒക്കെ ഏകദേശം ഒരു കോമൺ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതിന് ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കുരങ്ങനാണെങ്കിൽ ഒരുപാട് വർഷം, ഏകദേശം ഒരു 3 കോടി വർഷം വരെ പിന്നിലോട്ട് പോകണം. പക്ഷേ ചിമ്പാൻസികൾ അത്രയധികം അകന്ന റിലേറ്റീവ് അല്ല, കുറച്ചുകൂടെ അടുത്ത റിലേറ്റീവാണ്. ഏറ്റവും അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ DNA 99% ചിമ്പാൻസിയുടെ DNA തന്നെയാണ്. 1% വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ പൂർവികർ അകന്നു പോകുന്നതനുസരിച്ച് DNA ഈ ഒരു സാമ്യത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. അതൊരു പ്രൂഫാണ്. എംബ്രിയോളജി ഒരു പ്രൂഫാണ്. ഇത് ഒരു ജീവിയാകുന്നതിന് മുൻപ് അത് ഭ്രൂണാവസ്ഥയിലായിരിക്കുമല്ലോ. അതിൻ്റെ അമ്മയുടെ വയറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ ഉള്ളിലായിരിക്കും. അത് ഭ്രൂണാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളിൽ കുറേയധികം സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് കോഴികളെയും അതുപോലെ മനുഷ്യരെയും മത്സ്യങ്ങളെയും എടുക്കാം. ഇവരുടെയൊക്കെ എംബ്രിയോ കാലഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് ഈ പറയപ്പെടുന്ന 3 എക്സാമ്പിൾ മാത്രമല്ല, ഇതിൽ പാമ്പുകളൊക്കെ ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. ഈ ജീവജാലങ്ങളൊക്കെ ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എംബ്രിയോ ആയിരിക്കുന്ന അവസ്ഥയുടെ തുടക്കഘട്ടത്തിൽ ചെകിളകൾ ഉണ്ടായിരുന്നു. ശരിക്കും മത്സ്യത്തിന് മാത്രമാണ് ചെകിളയുടെ ആവശ്യമുള്ളത്. പക്ഷേ കോഴിക്കും മനുഷ്യനും ഒക്കെ ചെകിളുകളുണ്ടായിരുന്നു. പിന്നീട് ആ എംബ്രിയോയിൽ നിന്ന് അത് അതിൻ്റേതായിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറുന്ന ഘട്ടത്തിനിടയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചെകിളുകൾ ഇല്ലാതെയാകുന്നത്. പക്ഷേ മത്സ്യത്തിന് ആ ചെകിളുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വന്നതാണെന്നുള്ളതാണ്. വെസ്റ്റീജിയൽ ഓർഗൻസ് ഒരു തെളിവാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ചില അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾ കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു പ്രയോജനവുമില്ല. പക്ഷേ നമ്മുടെ പൂർവികർക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികർക്ക് ആ വെസ്റ്റിജിയൽ ഓർഗൻസ് കൊണ്ട് തന്നെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴുള്ള നമ്മുടെ ചില വെസ്റ്റിജിയൽ ഓർഗൻസ് അതിൻ്റെ യഥാർത്ഥ ജോലിയല്ല അതിപ്പോൾ ചെയ്യുന്നത്, പക്ഷേ അത് ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വെസ്റ്റിജിയൽ ഓർഗൻസ് ഓരോ ജീവജാലങ്ങളിലുമുണ്ട്. ആ വെസ്റ്റിജിയൽ ഓർഗൻസ് പക്ഷേ മുൻകാലങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ പ്രവൃത്തി ചെയ്തിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു രീതിയിലുള്ള പ്രവൃത്തിയും ചെയ്യാത്ത, നമുക്ക് ഒരു രീതിയിലും ആവശ്യമില്ലാത്ത വെസ്റ്റിജിയൽ ഓർഗൻസുമുണ്ട്. കൃഷിസ്ഥലങ്ങളിൽ നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് കീടങ്ങൾ വന്നു കയറും. ഈ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഈ പെസ്റ്റിസൈഡ്സിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ചില പ്രാണികൾ ഉണ്ടായി വരും. ആ പ്രാണികളെ ആ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് പിന്നീട് നശിപ്പിക്കാൻ സാധിക്കില്ല. പിന്നീട് അതിനേക്കാൾ വീര്യം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് വേണം അവയെ നശിപ്പിക്കാൻ. ആ ഇൻസെക്ട്സിന് അല്ലെങ്കിൽ ആ കീടങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത് അവയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത്തരത്തിൽ അനേകം തെളിവുകളുണ്ട്. ഈ തെളിവുകളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
പല ആളുകളും, അതായത് എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യാത്ത പല ആളുകളും ഈ പറയപ്പെടുന്ന തെളിവുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയപ്പെടുന്ന എംബ്രിയോളജി പഠനങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ബയോളജി പഠനങ്ങൾ അല്ലെങ്കിൽ ആ തെളിവുകളൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ തെറ്റാണെന്ന് പറയുന്ന ആ കാരണങ്ങൾ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലനുസരിച്ച് പരിണാമ സിദ്ധാന്തം തെറ്റാണ്. പുരുഷന്മാരുടെ പൂർവികർ ഒരു പിതാവിൽ നിന്നും സ്ത്രീകളുടെ പൂർവികർ ഒരു മാതാവിൽ നിന്നുമാണ് ഉണ്ടായത്. DNA-യിലെ മൈറ്റോകോൺട്രിയ സ്റ്റഡീസ് പ്രകാരം സ്ത്രീകളുടെ പൂർവികർ ഒരു മാതാവിൽ നിന്നും ആയതുകൊണ്ട് മൈറ്റോകോൺട്രിയ ഈവെന്നും പുരുഷന്മാരുടെ DNA-യിലെ Y ക്രോമസോം ഒരു അച്ഛനിൽ നിന്നും വന്നത് ആണെന്നും കണ്ടെത്തി അതിനെ Y ക്രോമസോം ആഡം എന്നുമാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്, പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയിലല്ല. മൈറ്റോകോൺട്രിയൽ ഈവും Y ക്രോമസോം ആഡവും ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതായത് ഇന്ന് കാണുന്ന സകല മനുഷ്യരും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും ഒരൊറ്റ പിതാവിൽ നിന്നുണ്ടായവരാണ്. അതുപോലെ ഇന്ന് കാണുന്ന സകല മനുഷ്യരും ഒരൊറ്റ മാതാവിൽ നിന്ന് ഉണ്ടായവരാണ്. ഒരു കുഞ്ഞിന് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന്, അതായത് ആ കുഞ്ഞ് ഒരു എംബ്രിയോ ആകുന്നതിന് മുൻപ് ആ കുഞ്ഞ് ഒരു അണ്ടരൂപത്തിൽ അല്ലെങ്കിൽ ഒരു എഗ്ഗിൻ്റെ രൂപത്തിലായിരിക്കുന്ന ആ അവസ്ഥയിൽ അമ്മയിൽ നിന്നും മൈറ്റോകോൺട്രിയൽ DNA ആ ഒരു അണ്ടത്തിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ മൈറ്റോകോൺട്രിയൽ DNA കുഞ്ഞിന് ലഭിക്കുന്നു. ജനിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിക്ക് പിതാവിൽ നിന്നും Y ക്രോമസോം ലഭിക്കുന്നുണ്ട്. Y ക്രോമസോം ആണുങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന Y ക്രോമസോം അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മൈറ്റോകോൺട്രിയൽ അമ്മ ആരെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ശരിയാണ്. അതിലൂടെ ലോകത്തുള്ള ഏതാണ്ട് എല്ലാ മനുഷ്യരുടെയും മൈറ്റോകോൺട്രിയൽ അമ്മയും അതുപോലെ Y ക്രോമസോം അച്ഛനും ഒരാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് മതങ്ങളിൽ പറയുന്നത് പോലെ അവരല്ല ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യർ. അവരുടെ ആ ഒരു ലീനിയേജ്, അതായത് അവർക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ ലീനിയേജിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള മനുഷ്യരല്ല, അവർക്ക് മുൻപും അനേകം മനുഷ്യരുണ്ടായിരുന്നു. അതിനുമുപരിയായിട്ട് ഇവർ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. മൈറ്റോകോൺട്രിയൽ ഈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മൈറ്റോകോൺട്രിയൽ ഈവ് ജീവിച്ചിരുന്നത്. ചില കണക്കുകൾ അനുസരിച്ച് അത്രയും പഴക്കമില്ല, ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം വർഷത്തെ പഴക്കമാണ് ചില പഠനങ്ങളിൽ പറയുന്നത്. എന്നാൽ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് മൈറ്റോകോൺട്രിയൽ ഈവ് ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണെന്നാണ്. അതേസമയം Y ക്രോമസോം ആയിട്ടുള്ള നമ്മുടെ പൂർവ്വ പിതാവ് അല്ലെങ്കിൽ Y ക്രോമസോം ആഡം ഏകദേശം 2 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവർ തമ്മിൽ പരമാവധി 1 ലക്ഷം വർഷത്തെ വ്യത്യാസം വരും. 1 ലക്ഷം വർഷം മുമ്പാണ് Y ക്രോമസോം ആഡം ജീവിച്ചിരുന്നത്. പക്ഷേ ആ കണക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അവർ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം Y ക്രോമസോം ആഡമിൻ്റെ കാലഘട്ടം നമ്മൾ പറയുന്നത് 2 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണെന്നാണ്. അതേസമയം മൈറ്റോകോൺട്രിയൽ ഈവിൻ്റെ കാര്യം പറയുന്നത് ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ്. രണ്ടുപേരും 2 ലക്ഷം വർഷത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരേ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ പോലും അവർ രണ്ടുപേരും മേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള കുട്ടികളല്ല ഇന്ന് ഇവിടെ കാണുന്ന സകല മനുഷ്യരും. അവരെ കൂടാതെ അനേകം മനുഷ്യരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം മേറ്റ് ചെയ്തിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നല്ല, അവർ രണ്ടുപേരും അങ്ങനെ മേറ്റ് ചെയ്തിട്ടല്ല ഇന്ന് കാണുന്ന മനുഷ്യരുണ്ടായതെന്ന് DNA പഠനങ്ങളിലൂടെ ഉറപ്പുവരുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് മതപുസ്തകങ്ങൾ പറയുന്നത് പോലുള്ള ആദമും ഈവുമല്ല മൈറ്റോകോൺട്രിയൽ ഈവും Y ക്രോമസോം ആദവും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ Y ക്രോമസോം ആദമെന്നും അതുപോലെ മൈറ്റോകോൺട്രിയൽ ഈവെന്നും പേര് കൊടുത്തിരിക്കുന്നത്. കാരണം ആ പേര് പറയുമ്പോൾ തന്നെ അതിലെ ആശയം നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ പല ആളുകളും അത് തെറ്റിദ്ധരിച്ചിട്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ മതപുസ്തകങ്ങൾ പറയുന്ന പോലുള്ള ആദവും ഈവുമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. I have a doubt. Does evolution is directional process? Means is its ultimate aim is to
create an intelligent being that can control the totality of the plant? Or is it some random process and we are just one byproduct? The thing is, if it's the second option, then it will make a large decrease in probability of existence of aliens. നമ്മളെല്ലാവരും ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്ന് കൃത്യം മനുഷ്യരായിട്ട് എത്തിച്ചേർന്നതാണോ? അതായത് ഓരോ പ്രോസസ്സുകളുണ്ട്. ഒരു കാർ ഉണ്ടാക്കുന്നത് പോലെ കാറിൻ്റെ പല പല പാർട്ടുകൾ ഉണ്ടാക്കി അത് പിന്നീട് ഒരു വലിയ കാറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് പോലെ കൃത്യമായിട്ടുള്ള സ്റ്റേജിലൂടെ ഒരു യൂണിക് ഡിറക്ഷണൽ പാത്തിലൂടെയാണോ നമ്മൾ ഉണ്ടായത്? അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഏറെക്കുറെ ശരി. അതായത് ഇതിനൊരു പ്രത്യേക ഡിറക്ഷൻ ഒന്നുമില്ല, ഒരു പ്രത്യേക മോട്ടീവ് ഒന്നുമില്ല. ഇതിന് ഈ എവല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പേര് മാത്രമാണ്. എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അത് ഒരു ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ഒരു എൻറ്റിറ്റിയേ അല്ല. അതിന് ഇന്ന ഡിറക്ഷനിലേക്ക് നയിക്കാനൊന്നും സാധിക്കില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലും നിലനിൽക്കാൻ സാധിക്കുന്നവ നിലനിൽക്കും, നിലനിൽക്കാൻ സാധിക്കാത്തവ എല്ലാം വംശനാശത്തിന് ഇരയാകും. ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളെക്കാൾ കോടിക്കണക്കിന് ജീവജാലങ്ങൾ, കോടിക്കണക്കിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ പറയുന്നത്, ഇരട്ടിയല്ല, അതിൻ്റെ മൾട്ടിപ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും നിലനിൽക്കാൻ സാധിച്ചില്ല. അവയ്ക്കൊന്നും നിലനിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവ ഇല്ലാതെയായി. നിലനിന്നത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ ചെറിയൊരു ശതമാനം, ഒരു മൈനോറിറ്റി മാത്രമാണ് ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഈ ഘട്ടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ്ടും വംശനാശങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ന്യൂസുകളിലൂടെയൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനായിട്ട് സാധിക്കും. ഇന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു തവള ഇല്ലാതെയായി, അല്ലെങ്കിൽ ഇന്ന സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവി ഇല്ലാതെയായി. അത്തരത്തിലുള്ള വംശനാശങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അവയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായി അവ നിലനിന്ന് പോകുന്നില്ല. അങ്ങനെ മാറ്റമുണ്ടായി നിലനിന്ന് പോകാത്തത് കൊണ്ട് തന്നെ അവ ഈ ഭൂമിയിലില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മാറിയ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായി. അത് ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടായി വരുന്നതല്ല. അത്തരത്തിലുള്ള ഒരു റീസണും ഇല്ലാതെ റാൻഡമായിട്ട് നടക്കുന്ന പല മാറ്റങ്ങളിലൂടെയും അല്ലെങ്കിൽ റാൻഡമായിട്ട് നടക്കുന്ന പല പ്രോസസ്സുകളിലൂടെയും നമ്മൾ ഇന്ന് കാണുന്ന ജീവികളായിട്ട് മാറുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ എവല്യൂഷൻ്റെ ഡിറക്ഷനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു സ്പീഷീസ് ഉണ്ട്, അത് മനുഷ്യനാണ്. മനുഷ്യനെ ഒന്നാകെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വൈറസ് വന്നാൽ പോലും ആ വൈറസിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രഗുകൾ ഉൽപ്പാദിപ്പിക്കാനും ഗവേഷണങ്ങൾ നടത്താനും അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്വാറൻറ്റൈൻ പ്രൊസീജിയറുകൾ നടപ്പിലാക്കാനും ഒക്കെയുള്ള ചിന്താശേഷി മനുഷ്യനുണ്ട്. അത്തരത്തിലുള്ള ചിന്താശേഷികൾ മറ്റ് ജീവജാലങ്ങൾക്കില്ല. എന്നാൽ ആ മറ്റ് ജീവജാലങ്ങളെപ്പോലും സംരക്ഷിച്ച് നിർത്താനായിട്ട് മനുഷ്യന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഏലിയൻസിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. റാൻഡമായിട്ടാണ് ഇന്ന് കാണുന്ന മനുഷ്യർ എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അല്ല എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ ഏലിയൻസ് ഉണ്ടാവുകയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏലിയൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മളെപ്പോലെ മനുഷ്യരെ പോലെ തന്നെയുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ജീവജാലങ്ങളെ മറ്റൊരു ലോകത്ത്, മറ്റൊരു എക്സോ പ്ലാനറ്റിൽ കാണാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതിന് അദ്ദേഹം പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻസിൻ്റെ കാര്യത്തിൽ ഇത് ബാധകമല്ല. ഏലിയൻസ് ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളായിരിക്കില്ല. ഇതിൻ്റെ എല്ലാം തുടക്കം ഒന്നായിരിക്കാം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട് തന്നെ വേറെ പല രീതിയിലുള്ള ജീവജാലങ്ങളായിട്ടായിരിക്കും മാറിയിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് ആയിരിക്കാമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏലിയൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന 100% ഉറപ്പുവരുത്തുന്ന തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ ഒട്ടും ലഭ്യമായിട്ടില്ലെന്നും പറയാൻ സാധിക്കില്ല. K218b എന്നൊരു ഗ്രഹത്തെക്കുറിച്ച് മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ചർച്ചാ വിഷയമാണ്. 2019 മുതലാണ് അത് ശരിക്കും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥെയ്ൻ വാതകത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ K218b അതിൻ്റെ നക്ഷത്രമായ K218ൽ നിന്നും അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ, അതായത് ജലം 3 രൂപത്തിലും കാണാൻ സാധിക്കുന്ന, ദ്രാവക രൂപത്തിലും അതുപോലെ ഖരരൂപത്തിലും വാതക രൂപത്തിലുമൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഗോൾഡി ലോക്ക് സോണിലാണ് ആ ഗ്രഹം നിൽക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് അതിനൊക്കെ ശേഷം ഡൈമീഥൈൽ സൾഫൈഡിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ഡൈമീഥൈൽ സൾഫൈഡ് അല്ലെങ്കിൽ ഡൈമീഥൈൽ ഡൈസൾഫൈഡ് DMDS എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ, ആ കെമിക്കൽ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ജീവജാലങ്ങൾക്ക് മാത്രമാണ്. നമ്മുടെ സമുദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന അനേകം പ്ലാങ്ക്ടണുകൾക്ക്
ഈ DMDSനെ അല്ലെങ്കിൽ DMSനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ വലിയ അളവിലുള്ള DMDSൻ്റെ സാന്നിധ്യം നമ്മൾ K2-18bയിൽ നിന്നും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ജെയിംസ് വെബ് ഉപയോഗിച്ച് ഇത്രയധികം ഏകദേശം 100 പ്രകാശ വർഷത്തിനും അപ്പുറമാണ് ഈ ഒരു എക്സോ പ്ലാനറ്റിൻ്റെ സ്ഥാനം, അത്രയും അകലെയുള്ള ആ എക്സോ പ്ലാനറ്റിനെ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നൊക്കെ ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകളുണ്ട്. അത്തരത്തിലുള്ള മെത്തേഡുകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു വീഡിയോയും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അടുത്ത ചോദ്യം, കുറേയധികം ചോദ്യങ്ങളുണ്ട്, ലെങ്തിയാണ്. അപ്പോൾ ഞാൻ അതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് ഞാൻ എടുക്കാം. പരിണാമ സിദ്ധാന്തം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ പരിണാമം കാണാത്തത്? ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സൂക്ഷ്മജീവികൾ പരിണാമം സംഭവിക്കുന്നുണ്ടോ? സൂക്ഷ്മജീവികളിൽ പരിണാമം സംഭവിക്കുന്നുണ്ട്, അത് പരിണാമത്തിൻ്റെ വലിയൊരു തെളിവാണ്. ബാക്ടീരിയകളുടെ കാര്യം നമുക്കെടുക്കാം. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട് ബാക്ടീരിയകളെ നിർവീര്യമാക്കാനായിട്ട് നശിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ചില ബാക്ടീരിയകൾ ഈ ആൻറ്റിബയോട്ടിക്സിനെയും അതിജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിനെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെ അതിജീവിക്കാനും പിന്നീട് ആ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ട് ആ ബാക്ടീരിയ നമുക്ക് കൊല്ലാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. പിന്നീട് അതിനേക്കാൾ കുറച്ചുകൂടെ പ്രഹരശേഷിയുള്ള ആൻറ്റിബയോട്ടിക്കുകളായിരിക്കും പലപ്പോഴായിട്ട് നമ്മൾ ആ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒരാൾ അയച്ചിരിക്കുന്ന ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിലെ അടുത്ത ഭാഗം, പരിണാമത്തിൻ്റെ എന്ത് തെളിവാണ് ഇന്ന് കയ്യിലുള്ളത്? കുറേയധികം തെളിവുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കൂടാതെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന മനുഷ്യരുടെ ബോഡി സ്ട്രക്ചർ, ബോൺ സ്ട്രക്ചർ ഒരുപോലെയാണോ? ആഫ്രിക്കൻ മനുഷ്യൻ്റെ താടിയെല്ലുകളിലും ബോൺ സ്ട്രെങ്തിൻ്റെയും വ്യത്യാസം അവർ മറ്റൊരു മനുഷ്യവർഗമായതുകൊണ്ടാണോ? അല്ലല്ലോ, അവരും ഇന്നത്തെ ഹോമോസാപ്പിയൻസ് തന്നെയല്ലേ? ഇന്നത്തെ പോപ്പുലേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പോപ്പുലേഷനുള്ള ഏതോ കാലത്ത് ഇതുപോലെ വ്യത്യാസമായി കൂടെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന മനുഷ്യാവശിഷ്ടങ്ങളുടെ അവസ്ഥ. എനിക്കൊന്ന് നിയാൻഡർത്തൽ മനുഷ്യന്മാരെക്കുറിച്ചൊക്കെ ആയിരിക്കണം പറയുന്നത്. ഫോസിൽ ഒരു വലിയ തെളിവല്ല. ഫോസിലുകൾ കാരണം എല്ലാവരും തെളിവുകളായിട്ട് പറയാറുണ്ട്. കാരണം ഫോസിലുകൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ എംബ്രിയോളജി എന്ന് പറയുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഫോസിലുകൾ പ്രധാനപ്പെട്ട തെളിവായിട്ട് പറയുന്നത്. ഫോസിലിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെയൊക്കെ ആയിരിക്കണം. ഇപ്പം അവരുടെ പേര് മേഡത്തിന് ലക്ഷ്മി വേണുഗോപാൽ എന്നാണ് പേര്. അപ്പം ആ മേഡം ഉദ്ദേശിക്കുന്നത് നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെയും അതുപോലെ ഡെനിസോവൻ മനുഷ്യന്മാരുടെയും ഒക്കെ ഫോസിലിനെ കുറിച്ചായിരിക്കാം. ഇപ്പോൾ ഇന്ന് കാണുന്ന ആഫ്രിക്കൻസിൻ്റെ ഫോസിൽസ് അല്ലെങ്കിൽ സ്കെൽട്ടൺ പോലെയല്ല യൂറോപ്പിലുള്ളവരുടെ സ്കെൽട്ടൺസ് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സ്കെൽട്ടൺസ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനോട് നമുക്ക് അത്രയങ്ങ് യോജിച്ച് പോകാൻ സാധിക്കില്ല. നമുക്ക് ആ സ്കെൽട്ടൺസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് മനുഷ്യൻ്റെ സ്കെൽട്ടൺ ആണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തുന്ന ഒരു വ്യക്തിക്കാണ് ഇത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഇന്ന റേസിലുള്ള ഒരാളുടെയാണ്, ഇത് ഇന്ന റേസിലുള്ള ഒരാളുടെ തലയോട്ടിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുക. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഫ്രിക്കൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ്റെ തലയോട്ടി അല്ലെങ്കിൽ സ്കെലട്ടൺ കണ്ടാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും സാധിക്കില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ താടിയെല്ല് കുറച്ചുകൂടെയൊക്കെ നീണ്ടതായിരിക്കും, നമ്മുടെ കുറച്ചുകൂടെ വട്ടമുഖമാണ്. അപ്പം നമ്മൾ എല്ലാം ഒരൊറ്റ സ്പീഷീസ് തന്നെയാണ്, കാരണം നമ്മുടെ DNA എല്ലാം സെയിമാണ്. പക്ഷേ നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ DNA നമ്മുടെ DNAയുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. പക്ഷേ അത് അതേപടിയല്ല നമ്മുടേത്. നമ്മുടെ DNAയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലും ഈ പറയപ്പെടുന്ന നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA അടങ്ങിയിട്ടുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഹോമോസാപ്പിയൻസ് ഈ നിയാൻഡർത്തൽ മനുഷ്യരുമായിട്ട് മേറ്റ് ചെയ്ത് പ്രത്യുൽപാദനത്തിലൂടെ പുതിയ കുട്ടികളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി വന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും. നമ്മുടെ ശരീരത്തിലൊക്കെ ഈ നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ആഫ്രിക്കയിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ
നിയാണ്ടർത്തൽ മനുഷ്യന്മാരുടെ DNA അടങ്ങിയിട്ടില്ല. കാരണം ആഫ്രിക്കയ്ക്ക് വെളിയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് നിയാണ്ടർത്തൽ മനുഷ്യന്മാരുമായിട്ട് മേറ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലുണ്ട്, അതുപോലെ യൂറോപ്യൻസിൻ്റെ ശരീരത്തിലുണ്ട്, മറ്റു ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെയൊക്കെ ശരീരത്തിലുണ്ട്. പക്ഷേ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ നിയാണ്ടർത്തൽ മനുഷ്യന്മാരുടെ DNAയുടെ സാന്നിധ്യം കുറവാണ്. DNAയുടെ പഠനത്തിലൂടെയാണ് നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസാണ്. അതായത് നിയാണ്ടർത്തൽ മനുഷ്യന്മാർ വേറെ സ്പീഷീസാണ്, ഡെനിസോവൻസ് വേറെ സ്പീഷീസാണ്, ഹോമോ ഇറക്റ്റസ് മറ്റൊരു സ്പീഷീസാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചത് DNA പഠനത്താലാണ്. ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി, അതായത് ഡെനിസോവൻ മനുഷ്യനും അതുപോലെ ഹോമോസാപ്പിയൻ മനുഷ്യൻ്റെയും നിയാണ്ടർത്തൽ മനുഷ്യന്മാരുടെയും DNA പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ആ താരതമ്യ പഠനത്തിനും അത് എവല്യൂഷൻ്റെ ഒരു തെളിവായിട്ട് ചൂണ്ടിക്കാണിച്ചതിനുമാണ് സ്വാൻഡെ പേബോയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ആനകളും മാമത്തുകളും ഒരേ കാലത്ത് നിലനിരുന്നില്ല എന്നുറപ്പുണ്ടോ? ഒരേ കാലത്ത് മാമത്തുകളും ആനകളും നിലനിന്നിട്ടുണ്ട്. മാമത്തുകൾ ഈ അടുത്തിടയ്ക്കാണല്ലോ ഇല്ലാതായത്. എല്ലാ മാമത്തുകളുമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മാമത്തുകൾ ഏകദേശം ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതായത് മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ മാമത്തുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ആനകളുമുണ്ട്, മാമത്തുകളും ഒരേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. അവരുടെയൊക്കെ ഒരു പൊതുപൂർവികൻ കോമൺ ആയിരുന്നു എന്ന് മാത്രമാണ്. രണ്ട് കൂട്ടരും ഒരേ സമയത്ത് നിലനിന്നിരുന്നില്ല എന്ന് ശാസ്ത്രം ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ട് കൂട്ടരും ഒരേ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. പ്രധാനമായിട്ടും ചൂടുള്ള സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ ആയിട്ടാണ് ആനകൾ ഉണ്ടായിരുന്നത്. അതേസമയം മാമത്തുകൾ കുറച്ചുകൂടെ തണുപ്പുള്ള മേഖലകളിൽ കുറച്ചുകൂടെ ഒരു ഉത്തരഭാഗത്തായിട്ടാണ് അവരുണ്ടായിരുന്നത്. ഹിമയുഗം താണ്ടാൻ കഴിയാതിരുന്ന മാമത്തുകൾക്ക് എങ്ങനെ ആനകളെന്ന അടുത്ത ജീവിവർഗമായി പരിണമിക്കാൻ കഴിഞ്ഞു? അതിൽ വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. മാമത്തുകൾ ആനകളായിട്ട് മാറുകയായിരുന്നില്ല. ആനകൾക്കും മാമത്തുകൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസാണ്. ഒരേ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്ന സ്പീഷീസുകളാണ്. പിന്നെ ഹിമയുഗം താണ്ടാനായിട്ട് മാമത്തുകൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. കുറേയധികം മാമത്തുകൾ ആ കാലഘട്ടത്തിൽ വംശനാശത്തിന് ഇരയായി, പക്ഷേ വൂളി മാമത്തുകൾക്ക് ആ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ സാധിച്ചിരുന്നു. ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മാമത്തുകളെക്കുറിച്ചും പിന്നീട് അവരവിടെ നടത്തിയ സാഹസികമായിട്ടുള്ള സർവൈവലിനെ കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ട് ജലത്തിൽ നിന്നും സൂക്ഷ്മജീവികൾ ബഹുകോശ ജീവികളായി കരയിലേക്ക് വരുന്നില്ല? ലക്ഷക്കണക്കിന് വർഷങ്ങളായി ജലജീവികൾ മാത്രമായും ഉഭയജീവികൾ അങ്ങനെ തന്നെയും ഉരകങ്ങളായും മൃഗങ്ങളെല്ലാം മൃഗങ്ങളായും പക്ഷികളായും ബ്രാക്കറ്റിൽ പട്ടി, പൂച്ച, പശു, ആന, സിംഹം, കടുവ, പുലി, തത്ത, കാക്ക, മയിൽ, കുയിൽ തുടങ്ങി ഒന്നിനു പോലും വ്യത്യാസമില്ല. മനുഷ്യന് മാത്രം പരിണാമം സംഭവിച്ചു എന്നത് വിശ്വസനീയമാണോ? മനുഷ്യന് മാത്രമല്ല പരിണാമം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു പരിണാമവുമായി ബന്ധപ്പെട്ട് ഞാനൊരു 50 വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരുടെയും മാത്രമല്ല, സസ്യങ്ങളുടെ പോലും പരിണാമത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പുഷ്പമുണ്ടായതിനെക്കുറിച്ചും ആദ്യത്തെ മരങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്ന മരങ്ങളെക്കുറിച്ചും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നൊരു 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും. എല്ലാത്തിനെയും കുറിച്ചൊന്നും പറയുന്നില്ല, കുറേയധികം ജീവജാലങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല പരിണാമം സംഭവിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് പോലെ ജലത്തിലുള്ള ഏകകോശ ജീവി ഇപ്പോൾ എന്തുകൊണ്ട് ബഹുകോശ ജീവിയായിട്ട് മാറി കരയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പരിണാമത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം. ഒരു ഏകകോശ ജീവിയിൽ നിന്നും ഇന്ന് കാണുന്ന ഒരു ജീവിയായിട്ട് മാറണമെങ്കിൽ അതിന് ഒരു 30-40 കോടി വർഷമെങ്കിലും, അല്ലെങ്കിൽ ഒരു 50 കോടി അല്ല അതിന് കൂടുതൽ വേണം, 100-150 കോടി വർഷങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വലിയ മാറ്റം സംഭവിക്കുകയുള്ളൂ. കാരണം ആദ്യമുണ്ടായ ഏകകോശ ജീവിയല്ലേ അത്. എനിക്കൊന്നൊരു 350 കോടി വർഷങ്ങൾക്ക് മുമ്പെന്തോ ആണ് ആദ്യത്തെ ഏകകോശ ജീവി ഉണ്ടാകുന്നത്. നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഏകദേശം 450 കോടി വർഷമായിട്ടുണ്ട്. അപ്പം ഭൂമി ഉണ്ടായി അത് കഴിഞ്ഞൊരു 100-150 കോടി വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഏകകോശ ജീവി ഉണ്ടായത്. അതിനുശേഷം ഇത്രയും കോടി വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അപ്പോൾ മാത്രമാണ് ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ ഉണ്ടായത്. അതായത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. നമുക്കൊരു ചായ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഒരു ഏകകോശ ജീവി ഇന്ന് കാണുന്നത് പോലെ ഒരു ജീവിയായിട്ട് മാറണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയല്ല ഈ പരിണാമം വർക്ക് ചെയ്യുന്നത്. പിന്നെ പക്ഷികളായിട്ട് നിൽക്കുന്നു, തത്തയായിട്ട് നിൽക്കുന്നു, ആനയായിട്ട് നിൽക്കുന്നു. അല്ല,
ഇതിൻ്റെയൊക്കെ പൂർവികരുടെ ഫോസിൽസ് DNA ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവയുടെ പേരുകൾ പോലും നമുക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ആനകളുടെ പൂർവികരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് സ്കൂൾ തലത്തിൽ പഠിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഈ ചാനൽ എന്തായാലും ആനകളുടെ പൂർവികരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആനകളുടെ പൂർവികരെക്കുറിച്ചും മാമത്തുകളുടെ പൂർവികരെക്കുറിച്ചും മാമത്തുകളെക്കുറിച്ചും ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ശേഷം മാത്രം ഇതൊക്കെ തെറ്റാണെന്ന് പറയുക. അപ്പം നമ്മളൊരു കാര്യം തെറ്റാണെന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, നമുക്കറിയാവുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഈ കാണുന്ന ഒന്നും ആറ്റം കൊണ്ട് സൃഷ്ടിച്ചതല്ല, നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് ഒന്നും ആറ്റമല്ല എന്ന് ഒരു വ്യക്തി അങ്ങ് പറയുകയാണ്. അപ്പോൾ എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആറ്റത്തെ നമ്മൾ കണ്ടുപിടിച്ചത്, ആറ്റം ഉണ്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ വ്യക്തി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആറ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ആറ്റമില്ല, ആറ്റമില്ലെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പരിണാമം തെറ്റാണെന്ന് പറയുന്ന ആളുകൾക്ക് ശരിക്കും ആ പരിണാമത്തിൻ്റെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് നമ്മൾ ഈ കമൻറ്റുകളിലൂടെ മനസ്സിലാക്കുന്നത്. അറിയാവുന്ന ആളുകൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുന്നത്. കമൻറ്റുകൾ ഇനിയും ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. ഒരു 3-4 കമൻറ്റുകളും ഉണ്ട്. പരിണാമം ശരിയാണെങ്കിൽ സൂര്യൻ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടായേനെ. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പരിണാമത്തിന് സൂര്യനുമായിട്ട് എന്താണ് ബന്ധമെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ പരിണാമം ഒരിക്കലും എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു തിയറിയല്ല. ജീവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഹൈപ്പോത്തിസിസുകളുണ്ട്. പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് അത്തരത്തിലുള്ള ഒരു ഹൈപ്പോത്തിസിസാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ, ആദ്യ കാലഘട്ടത്തിലെ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ലൈറ്റ്നിങ്ങിൻ്റെ ഊർജ്ജത്താൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള അമിനോ ആസിഡുകളെക്കുറിച്ച് പറയുന്ന തിയറിയുണ്ട്. യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ ഒരു മാസം മുമ്പെന്തോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചിട്ടാണ് അങ്ങനെ ആയിരിക്കാം. അതൊക്കെ ഹൈപ്പോത്തിസിസ് ആണ്, എവല്യൂഷൻ തിയറി പോലെയല്ല ഈ പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് ഒക്കെ. അതൊക്കെ ഹൈപ്പോത്തിസിസ് മാത്രമാണ്. അത് അങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, പക്ഷേ അത് അങ്ങനെ ആകാമെന്ന് മാത്രം പറയാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പരിശോധിച്ച് നോക്കുക. അതായത് ജീവൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന തിയറി അല്ല എവല്യൂഷൻ തിയറി. അപ്പോൾ എവല്യൂഷൻ തിയറി ശരിയാണെങ്കിൽ സൂര്യനിലും ഇപ്പോൾ ജീവജാലങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ജീവൻ ഉണ്ടാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫാക്ടറും സൂര്യനിലില്ല. പരിണാമത്തിലൂടെ ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ഘട്ടത്തിലുള്ള അനേകം ജീവജാലങ്ങൾ ഭൂമിയിൽ കാണേണ്ടതല്ലേ? എന്നിട്ടെവിടെ? ഇതും ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പരിണാമത്തിന് ഒരുപാട് സമയം വേണം. നമ്മുടെ കൺമുൻപിൽ വെച്ച് ഒരു ചായ തിളച്ച് അല്ലെങ്കിൽ ഒരു പാല് തിളച്ച് തൂവുന്നത് പോലെ, അതുമല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് അത് കത്തിത്തീരുന്നത് പോലെ പെട്ടെന്ന് ഞൊടിയിടയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യായുസിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല എവല്യൂഷൻ തിയറി. മനുഷ്യായുസിൽ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡ്സ്, ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അവിടെ എങ്ങും ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രോട്ടോക്കോൾ പറയുന്നില്ല. അതായത് മനുഷ്യർ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുന്നത് മാത്രമാണ് ശരി. പൂർണ്ണമായിട്ടും ആ പ്രോസസ്സ് മനുഷ്യന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരി, അല്ലാത്തതെല്ലാം തെറ്റെന്ന് സയൻസിന് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടില്ല. ശാസ്ത്രീയമായിട്ട് തെറ്റാണ്. അതിനെ നമുക്ക് അശാസ്ത്രീയമായിട്ടുള്ളൊരു നിരീക്ഷണമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ആ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗമുണ്ട്. പരിണാമത്തിന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഭൂമിയിലുള്ളത്. പരിണാമത്തിലൂടെ ജീവജാലങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ നമുക്ക് മാങ്ങയോ തേങ്ങയോ കപ്പയോ അങ്ങനെ മനുഷ്യന് ആവശ്യമായ അനേകം ഫലവൃക്ഷങ്ങളും ധാന്യങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കേണ്ടായിരുന്നു. എല്ലാം തന്നെ മുളയ്ക്കുമായിരുന്നോ? ചുരുങ്ങിയ പക്ഷം പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അനേകം സസ്യങ്ങളും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളെയും നമ്മൾ കാണുമായിരുന്നു. ശാസ്ത്രത്തിന് എന്താണ് പറയാൻ പാടില്ലാത്തത്? അതായത് ആദ്യകോശത്തിൽ നിന്നും മരങ്ങളുണ്ടായി, ചെടികളുണ്ടായി, ആദ്യം പായലുകൾ ഉണ്ടാകുന്നു, പായലുകളിൽ നിന്നും പിന്നീട് കുറച്ചുകൂടെ വലിപ്പമുള്ള സസ്യങ്ങളുണ്ടാകുന്നു, പിന്നീട് മരങ്ങളുണ്ടാകുന്നു, മരങ്ങളിൽ തന്നെ പൂക്കുന്ന മരങ്ങളുണ്ടാകുന്നു, പൂക്കുന്ന മരങ്ങളിൽ നിന്ന് തന്നെ മാവുണ്ടാകുന്നു, പ്ലാവുണ്ടാകുന്നു. അങ്ങനെയൊന്നും
ഇപ്പോൾ പെട്ടെന്ന് നടക്കാത്തത് എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെങ്ങനെയാണ് പെട്ടെന്ന് നടക്കുക? നമുക്ക് ആയുസ് എന്ന് പറയുന്നത് ആകെ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് മാത്രമാണ്. മനുഷ്യരുണ്ടായിട്ട് തന്നെ ഒരു 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മാത്രമേ പഴക്കമുള്ളൂ. ഈ ഒരു 3 ലക്ഷം വർഷം കൊണ്ടൊന്നും ഒരിക്കലും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രോസസ്സ് നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. മനുഷ്യായുസിലോ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഈ ഒരു മാറ്റം ഒറ്റയടിക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ചക്കയും മാങ്ങയും ഒക്കെ തന്നെ ഉണ്ടായി വരുന്നു എന്ന് ചിലപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം. അതുമല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ നടുന്നത് മാത്രമേ വളരുകയുള്ളൂ. നമ്മളിപ്പോൾ മാങ്ങ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാങ്ങാണ്ടി കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മാവാകും, അല്ലെങ്കിൽ ഒരിക്കലും മാവ് ഉണ്ടാകില്ല എന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞതുപോലെ നമ്മൾ നടുന്നത് മാത്രമേ കിളിക്കൂ, നമ്മൾ നടാത്തതൊന്നും കിളിക്കില്ല എന്നായിരിക്കും പറയുക. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് പല ചെടികളും കിളിച്ചു വരുന്നത്. നമ്മൾ നടാതെ തന്നെ ഒരുപാട് ചെടികൾ കിളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറച്ച് നാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ വലിയ വലിയ പുല്ലുകളും ചെടികളും ഒരുപക്ഷെ ഒരു മാവിൻ്റെ തൈ പോലും കിളിച്ചു വന്നു എന്ന് വരാം. ആരും അത് നട്ടു വളർത്തേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ ഇടപെടലൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കിളിച്ചു വരും. മനുഷ്യർ ഇടപെടുന്നത് കാരണമാണ് ഇതിൻ്റെയൊക്കെ വളർച്ച ഒന്ന് മുരടിച്ച് നിൽക്കുന്നത്. മനുഷ്യർ ആ ഒരു പറമ്പിലില്ലെങ്കിൽ, മനുഷ്യരുടെ ആ ഒരു സഹവാസം അവിടെ ഇല്ലെങ്കിൽ അവിടെ മരങ്ങളും ചെടികളും കാടുകളും ഒക്കെ തടിച്ച് വളരും. മനുഷ്യർ കൂടുതലായിട്ട് ഇവിടെയൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയതുകൂടിയാണ് ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞത്. മനുഷ്യരുണ്ടാകുന്നതിന് മുൻപ് ഇവിടെ അനേകം മരങ്ങളും ചെടികളും വലിയ കാടുകളും ഉണ്ടായി. ഇവിടെ എല്ലാം കാടുകളായിരുന്നല്ലോ. മനുഷ്യർ കൂടുതലായിട്ടും വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാടുകളൊക്കെ ഇല്ലാതെയാകുന്നത്. ശാസ്ത്രത്തിൻ്റെ പല നിയമങ്ങളും തെറ്റാണെന്ന് കണ്ടെത്തി ശാസ്ത്രം തന്നെ പിന്നീട് തിരുത്തിയ ചരിത്രമുണ്ട്. അതാണ് ശാസ്ത്രത്തെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമാക്കി മാറ്റുന്നത്. തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തും. അത് 100% ഉറപ്പാക്കി അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അതിനെ ഹൈപ്പോത്തസിസിൽ നിന്നും സയൻറ്റിഫിക് തിയറികളിലാക്കി നമ്മൾ മാറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ നിയമങ്ങളാക്കി മാറ്റുകയുള്ളൂ. അങ്ങനെയുള്ള എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കില്ല, അതിനെ ഹൈപ്പോത്തസിസായിട്ട് മാത്രം നിലനിർത്തും. എങ്ങനെയാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായതെന്ന് പറയുന്നത്, ആ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തസിസ് മാത്രമാണ്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹൈപ്പോത്തസിസ് മാത്രമാണ്. ശാസ്ത്രീയമായിട്ട് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് ആദ്യത്തെ ജീവൻ ഭൂമിയിൽ ഉണ്ടായതെന്ന് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് പല എവിഡൻസും പല എക്സ്പെരിമെൻറ്റ്സും വിജയകരമായിട്ട് നടപ്പിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. യൂറേ മില്ലർ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉദാഹരണമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ പ്രാചീന കാലഘട്ടത്തിൽ, അതൊരു 350 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയിലെ സാഹചര്യങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ആ സാഹചര്യത്തിൽ ലൈറ്റ്നിങ്ങിൻ്റെ സഹായത്താൽ, ലൈറ്റ്നിങ്ങിന് പകരം അവിടെ ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിച്ചത്, ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അമിനോ ആസിഡുകളെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അതിനെ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത്. കാരണം അത് അമിനോ ആസിഡ് മാത്രമാണ്. അമിനോ ആസിഡ് ജീവൻ്റെ ബേസാണ്, ഓക്കെ, പക്ഷേ അത് ജീവനാകുന്നില്ല. യഥാർത്ഥത്തിലുള്ള ജീവനിലേക്ക് അത് എത്തിച്ചേരുന്നില്ല. പക്ഷേ ഈ അമിനോ ആസിഡിൽ നിന്നും നമുക്ക് ജീവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. എന്നിട്ടും നമ്മൾ അതിനെ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത്. കാരണം ശാസ്ത്രം അത്രയും കൃത്യമാണ്. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും തിരുത്താനും ശാസ്ത്രത്തിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് ശാസ്ത്രമാണ്. ശാസ്ത്രം പറയുന്നത് വിശ്വസിക്കും, കാരണം അത് തിരുത്തും. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തിയിരിക്കും. അദ്ദേഹം പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെ, തിരുത്തി ഏറ്റവും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നിലവിലുള്ള ശാസ്ത്രം അത് ഏറ്റവും മികച്ചതാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും അത് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എവല്യൂഷൻ തിയറിയും അത്തരത്തിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ്. ജീവപരിണാമം ശരിയാവാം, പക്ഷേ മാജിക്കൽ പരിണാമത്തിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ജീവനില്ലായ്മയിൽ നിന്നും ജീവൻ ഉണ്ടായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. മാജിക്കൽ പരിണാമം ഒരു ഫിക്ഷനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മാജിക്കൽ പരിണാമം അനുസരിച്ച് ഈ കാണുന്ന കാര്യങ്ങളല്ലാതെ ഒരു മാജിക്കൽ പവർ ഈ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ആ മാജിക്കൽ പവറാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സിനും പിന്നിലുള്ള കാരണം. എവല്യൂഷൻ തിയറിയെപ്പോലും ഈ രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി, ആ ശക്തിയാണ് മാജിക്കൽ എവല്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊരു ഫിക്ഷൻ മാത്രമാണ്. എഴുത്തുകാരും നോവലിസ്റ്റുകളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത
എടുത്തിട്ടുള്ള ഒരു ഫിക്ഷൻ മാത്രമാണ്, അല്ലാതെ അതിന് സയൻസിൽ ഒരു ബന്ധവുമില്ല, ഒരു റിലേഷനുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു ഫാക്റ്റിനോട് ഞാൻ യോജിക്കുന്നു. മാജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് വെറും ഫിക്ഷൻ മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള എവല്യൂഷൻ തിയറി അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, ജീവനില്ലായ്മയിൽ നിന്നും ജീവൻ ഉണ്ടായി. ജീവനില്ലായ്മയിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നത് എവല്യൂഷൻ തിയറി അല്ല, അത് എബയോജെനസിസ് ആണ്. എബയോജെനസിസിനെ കുറിച്ചാണ് ഞാൻ മുമ്പേ മില്ലർ യൂറെ എക്സ്പെരിമെൻറ്റിലൂടെ പറഞ്ഞത്. എബയോജെനസിസിൻ്റെ പേര് തന്നെ പറയുന്നത് ഇല്ലാത്തവയിൽ നിന്നും ജീവൻ ഉണ്ടായി എന്ന് തന്നെയാണ് അതിൻ്റെ ആ പേരിൽ തന്നെ അർത്ഥമാക്കുന്നത്. അത് നിലവിലൊരു ഹൈപ്പോത്തസിസ് മാത്രമാണ്, പക്ഷേ തെളിവുകൾ കുറേ ഉണ്ട്. ആ തെളിവുകൾ മതിയായിട്ടില്ല. കൂടുതൽ തെളിവുകൾ ലഭ്യമായാൽ മാത്രമേ ശാസ്ത്രം ആ ഹൈപ്പോത്തസിസിനെ ശാസ്ത്രീയമായിട്ടുള്ളൊരു തിയറിയാക്കി മാറ്റുകയുള്ളൂ. എബയോജെനസിസ് തിയറി അല്ല, എന്നാൽ എവല്യൂഷൻ തിയറി ശാസ്ത്രീയമായിട്ടുള്ള നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു തിയറിയാണ്. ഭാവിയിൽ എവല്യൂഷൻ തിയറി ഒരു തിയറി അല്ലാതെ ആയി മാറില്ല. പക്ഷേ എവല്യൂഷൻ തിയറിയിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞില്ല, ജിറാഫിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അതിലുള്ള കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തസിസ് ആണ്, അത് മാറും, അതിന് പല മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എവല്യൂഷൻ തിയറി കൂടുതൽ മികച്ചതായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ എവല്യൂഷൻ തിയറി മൊത്തത്തിൽ ഒരിക്കലും മാറില്ല, അത് കൂടുതൽ മികച്ച തിയറിയായിട്ട് മാറുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.